ആരോപണം നേരിടുന്നതിനിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ വാർത്താസമ്മേളനം നടത്താൻ പോവുകയാണ്. ഉച്ചയ്ക്ക് 3 മണിക്കാണ് വാർത്താസമ്മേളനം. മനു ഭരത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. മനു, ഈ വാർത്താസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണത്തിന് മറുപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താസമ്മേളനം വിളിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിക്കാനാണ്. ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താസമ്മേളനം വിളിച്ചു ചേർക്കുന്നു. അതിൻ്റെ എന്തായിരിക്കും ഉദ്ദേശം എന്നതിനെ സംബന്ധിച്ചിപ്പോൾ വ്യക്തമല്ലെങ്കിലും ഈ വിഷയങ്ങളിൽ സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉയർത്തും. അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരികയും ചെയ്യും. അതായത് നാളത്തെ വാർത്താ സമ്മേളനത്തിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉണ്ടാകും. അതുപോലെ ഇലക്ഷൻ കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും പങ്കെടുക്കും. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ അവർക്ക് ഇതിൽ മറുപടി നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വൃത്തങ്ങൾ ഇന്ന് വ്യക്തമാക്കിയത് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ സാധാരണ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അത് പരിശോധിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ അത് ഉയർത്തണമായിരുന്നു. അങ്ങനെ ഉയർത്താത്ത അത് ആ കൺസേൺ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചയായിട്ട് കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് തിരിച്ച് ഇത് സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ നാളെയും സമാനമായൊരു പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഇതിനെ നോക്കിക്കാണേണ്ട ഒരു കാര്യം, നാളെ രാഹുൽ ഗാന്ധി യുടെ നേതൃത്വത്തിൽ ബീഹാറിലെ സസാറമിൽ നിന്ന് 16 ദിവസം നീണ്ടു നിൽക്കുന്ന വോട്ട് അധികാർ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നാളെ ആരംഭിക്കുകയാണ്. നാളെ അത് യാത്ര തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നു. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 243 സീറ്റുകളിൽ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. കഴിഞ്ഞ തവണ അവിടെ RJDക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനും 19 സീറ്റുകളിൽ ജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ BJPയും JDU സഖ്യത്തിനാണ് പിന്നെ അവിടെ കൂട്ടായി വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് വലിയ പ്രതീക്ഷ ബീഹാറിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വെച്ചു പുലർത്തുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് കൊള്ള എന്ന ഈ ആരോപണം വലിയ രാഷ്ട്രീയപരമായ ഒരു മേൽക്കൈ കോൺഗ്രസിന് നൽകും എന്നാണ് ഇവർ കരുതുന്നത്. അപ്പോൾ 16 ദിവസം നീണ്ടു നിൽക്കുന്ന 22ഓളം ജില്ലകളിലൂടെ കടന്നു പോകുന്ന 1600 കിലോമീറ്റർ താണ്ടുന്ന വലിയൊരു യാത്രയ്ക്കാണ്, രാഷ്ട്രീയ യാത്രയ്ക്കാണ് രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നത്. നാളെയാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ ഒരു മറുപടിക്കായി വാർത്താസമ്മേളനം വിളിച്ചത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. യെസ്, തീർച്ചയായും മനു ഭരത് സൂചിപ്പിച്ച ആ യാത്രയിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമൊക്കെ ഉയർത്തി കാണിക്കും രാഹുൽ ഗാന്ധി എന്നതിൽ സംശയമില്ല. അതിൽ RJD നേതാവ് തേജസ്വി യാദവും രാഹുലിനോടൊപ്പം യാത്രയിൽ ഉണ്ടാകും എന്നതുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. അതേസമയം